ഹലോ, ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നൊരു ഉള്ളിവടയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉള്ളിവടയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സബോളയാണ് കേട്ടോ. സബോള അതാ നീളത്തിൽ നല്ല കട്ടി കുറഞ്ഞ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ കടലമാവാണ്. ഒരു ബൗളിൽ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു പാത്രത്തിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ഇഞ്ചിയും നമുക്ക് വേണം. അപ്പോൾ ഇഞ്ചി ഞാനിതാ പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇടുന്നില്ല കേട്ടോ, ലേശം ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 കരിയാപ്പലയും ചേർത്ത് നമുക്ക് പെട്ടെന്നൊരു ഉള്ളിവട നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ സബോള ഒന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുവാണേ. ഇട്ടിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് ഞെരടാം. സബോള ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് സബോള ഒന്ന് നല്ലോണം ഒന്ന് ഞെരടി നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ് കേട്ടോ ഇത്. നമുക്ക് വീട്ടിലൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ സവോള ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടലമാവ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നമുക്കിതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലേശം നമ്മുടെ ഇഞ്ചി ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇഞ്ചി എപ്പോഴും ചെറുതാക്കിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് അപ്പടി ഇത് കിടക്കുവേ. അതുപോലെ തന്നെ നമുക്കിനി മൈദയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ. അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ എരിവ് കുറച്ചും അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ കുറച്ച് വേണം ചെയ്തെടുക്കാനേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇതാ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ ചൂടാകും. നമുക്ക് അതിലേക്ക് ഇട്ട് നമുക്ക് എടുക്കാം. ഇത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ എണ്ണ ഇതാ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിവട കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവേ. ഞാനിവിടെ ചെറുതായിട്ടാണ് കേട്ടോ ഇടുന്നത്. വലുതായിട്ട് വേണ്ടത് വലുതായിട്ട് നമുക്ക് ഇടാവേ. അപ്പോൾ കൈ ഇടയ്ക്കൊന്ന് ലേശം ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയിട്ട് വേണം കേട്ടോ ഇത് ഇടുവാണെങ്കിൽ കൈ ഒട്ടി പിടിക്കാതെ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം. നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ അങ്ങോട്ട് കോരി മാറ്റിയെടുക്കാവേ. ഇപ്പം ഞാനിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് കൂടെ ഒന്ന് വറുത്ത് പോരട്ടെ. നമ്മുടെ ഉള്ളിവട ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് അവിടെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ. Thank you.